ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഈ നമ്മൾ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു കാര്യവും NCPയിൽ നടക്കുന്നില്ല. തോമസ് കെ തോമസ് NCPയുടെ ദേശീയ അധ്യക്ഷനെ കാണുന്നതും സംസാരിക്കുന്നതും ഒരു തരത്തിലും അച്ചടക്ക ലംഘനമോ പാർട്ടി വിരുദ്ധമോ അല്ല. അദ്ദേഹം പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവാണ് കേരളത്തിൽ. അദ്ദേഹത്തിന് അഖിലേന്ത്യാ പ്രസിഡന്റുമായി കാണാനും പല കാര്യങ്ങൾ സംസാരിക്കാനും തികച്ചും സൗഹൃദ സന്ദർശനം നടത്താനുമുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യമാണ്. അതിൽ മറ്റൊന്നും പൊതുവായിട്ടില്ല. എന്ന് മാത്രമല്ല, 2 മാസം മുമ്പ് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബോംബെയിൽ ശരത് പവാർ ഞങ്ങളെ 3 പേരെയും വിളിപ്പിച്ചിരുന്നു. 2 MLA-മാരെയും സംസ്ഥാന പ്രസിഡന്റ്. അന്ന് അത് സംബന്ധിച്ച പ്രശ്നങ്ങൾ ആശയവിനിമയം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ CPM കേന്ദ്ര നേതാക്കളോട് ആശയവിനിമയം നടത്താമെന്ന് പവാർജി അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ്, അവിടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ കാര്യം നീണ്ടുപോയത്. അത് ഇന്നലെയാണ് നടന്നത്. ഈ 2 സമുന്നത നേതാക്കന്മാരും തമ്മിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല. എനിക്ക് തീരെ അറിയില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർ തമ്മിൽ സംസാരിച്ചതാണ്. അത് സ്വകാര്യ സംഭാഷണമാണ്. ആ സ്വകാര്യ സംഭാഷണത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് മറ്റാരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളോടും വിശദീകരിച്ചിട്ടില്ല. എന്നാൽ മാധ്യമങ്ങൾ കാണുന്നത് അദ്ദേഹം ആ കാര്യം മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്ത് സംസാരിച്ച് വിവരം അറിയിക്കാം എന്ന് പറഞ്ഞതായിട്ടാണ്. അത് സ്വാഭാവികമായി സംഭവിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ ഏതായാലും സംസാരിച്ചിട്ട് കാര്യം വിവരം അറിയിക്കാമെന്ന് പറയുന്നത് അസ്വാഭാവികമായി ഒന്നുമില്ല. ഈ തീരുമാനം 1.5 മാസം മുമ്പേ നമ്മൾ എടുത്തതിന് ശേഷവും കേരളത്തിൽ അത് ചർച്ചാ വിഷയമാക്കിയത് ഒരു നല്ല കാര്യമായിരുന്നില്ല എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം എന്ന് എനിക്ക് പറയാം. എൻ്റെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ ഞാനെതിരല്ല. ഞാനൊരു തടസ്സവുമാവുകയില്ല. പക്ഷേ അതിനുള്ള ചില പ്രയാസങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡൽഹിയിൽ വെച്ച് നടന്ന ചർച്ചയിലും ഞാൻ രാജിവെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. മിനിയാന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഈ നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. ഞാൻ മാറുന്നത് തോമസിന് മന്ത്രിയാകാൻ എൻ്റെ മന്ത്രിസ്ഥാനം ഒരു തടസ്സമാവുകയില്ല എന്ന് ഞാൻ ഇപ്പോഴും ആവർത്തിക്കാൻ ഈ സന്ദർഭത്തിൽ ശ്രമിക്കുകയാണ്. അല്ല, തോമസ് കെ തോമസിനെ കുറ്റപ്പെടുത്താൻ മാത്രം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചയൊന്നും ഉണ്ടായിരുന്നിരിക്കും. കാരണം അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയല്ലേ വേണ്ടുള്ളൂ. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കേന്ദ്ര നേതൃത്വത്തിന് അങ്ങനെ ഒരു തീരുമാനം അത് നടപ്പിലാക്കേണ്ടതാരാണ്? അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അല്ല, മുഖ്യമന്ത്രിക്കല്ല. എൻ്റെ അല്ലല്ലോ പ്രശ്നം. തോമസ് കെ തോമസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ധാരണ, അല്ല മന്ത്രിസഭയിൽ അംഗമാക്കാനുള്ള ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ? ഞങ്ങൾ 3 പേരും പോയി മുഖ്യമന്ത്രിയെ കണ്ട് പാർട്ടിയുടെ ആഗ്രഹം അറിയിച്ചല്ലോ. അറിയിച്ച ഘട്ടത്തിൽ അദ്ദേഹം വിയോജിപ്പുകൾ പറഞ്ഞു. ആ വിയോജിപ്പുകൾ മനസ്സിലാക്കിയതിന് ശേഷം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണമെന്ന് ശരത് പവാർ ഞങ്ങളോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ശരത് പവാറിനോട് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര നേതൃത്വമായി NCPയുടെ ദേശീയ നേതൃത്വം CPM കേന്ദ്ര നേതൃത്വമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായി. പക്ഷേ അത് നീണ്ടുപോകാൻ കാരണം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പും നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾ അപ്രസക്തവും അപ്രധാനമായ കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നടന്നില്ല. ഇപ്പോൾ ആ ചർച്ച പുനരാരംഭിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രി അതിർത്തിയുണ്ടാക്കിയ വിഷയത്തിൽ പാർട്ടി ഒരു ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു.
ആ റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ ആ വിഷയത്തിൽ ഇപ്പോൾ ആ പഴയ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും മുഖ്യമന്ത്രിക്കുണ്ടോ, അതിൽ മാറ്റം ഉണ്ടായിട്ട് താങ്കൾ തോന്നുന്നുണ്ടോ? അല്ല, മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ ദേശീയ നേതാവ് PB മെമ്പർ പ്രകാശ് കാരാട്ടിനോട് എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ കാര്യം നടത്തുമല്ലോ. അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ഇപ്പൊ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ഇനി കാരാട്ട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല എന്നുള്ളതാണ്. അയ്യോ, അങ്ങനെ ഞാൻ പറയില്ല. കാരണം പ്രകാശ് കാരാട്ട് എന്ന് പറയുന്നത് അവരുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ്. ഇന്ന് CPMൻ്റെ ദേശീയ നേതൃത്വത്തിലെ സമുന്നതനായ ഒരു നേതാവാണ്. അദ്ദേഹവും മുഖ്യമന്ത്രിയും തമ്മിൽ എന്താണ് ചർച്ച നടത്തുക, എങ്ങനെയാണ് ചർച്ച നടത്തുക എന്നത് തികച്ചും അതൊരു വേറെ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നതിനെക്കുറിച്ച് ഞാനൊരു കമൻറ്റ് പറയുന്നതിന് പകരം വിഡിത്തം വേറെയുണ്ടോ? ഈ തോമസിനോട് അതിർത്തി ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മനസ്സിലുണ്ടെന്നാണ് താങ്കൾ ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെ ഒന്നും ധരിക്കുന്നില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം തോമസിനെ മന്ത്രിയാക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നിലപാടാണോ സ്വീകരിക്കേണ്ടത് ആ നിലപാട് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് കേരളീയ സമൂഹത്തെയും പാർട്ടി പ്രവർത്തകരെയും നേതൃത്വത്തെയും നിങ്ങളിലൂടെ അറിയിക്കുന്നു. എങ്ങനെ? അല്ല, പാർട്ടിക്ക് മന്ത്രിയെ വേണ്ട എന്ന നിലപാട് ദൂരവ്യാപകമായ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് എൻ്റെ നിലപാട്. ആ നിലപാട് ഞാൻ കൃത്യമായി ഉത്തരവാദപ്പെട്ട വേദികളിൽ അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ മന്ത്രി എന്നുള്ളടത്ത് അവിടെയാണ് വരുന്നത്. ശശീന്ദ്രൻ മന്ത്രി എന്ന ഒരു വിഷയത്തിലേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിലൂടെ തോമസിനെയും പാർട്ടിക്ക് മന്ത്രിസ്ഥാനമുണ്ട് പദവിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു നീക്കത്തിലേക്ക് പോകുന്നതിനെ ഞാൻ ഉത്കണ്ഠയോടുകൂടിയാണ് കാണുന്നത്. ശരി, തോമസ് ചിലപ്പോൾ മുഖ്യമന്ത്രി കാണാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെന്താ? മുഖ്യമന്ത്രിയെ കണ്ട് തെറ്റിദ്ധാരണ നീങ്ങുമെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. നിങ്ങൾ പിന്നെ സംഘടനാപരമായി ആവശ്യപ്പെട്ടാൽ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ കൊണ്ടുപോയി കൊടുക്കാമല്ലോ അപേക്ഷ. അല്ല, എൻ്റെ പാർട്ടിയുടെ ആവശ്യവും എൻ്റെ രാജിക്കത്തും കൊടുക്കാമല്ലോ. ഇത് ഞാൻ ഇതിനാണെന്ന് പ്രത്യേകിച്ച് ചില മാധ്യമങ്ങളെങ്കിലും ശശീന്ദ്രൻ്റെ ഒരു പിടിവാശി എന്ന നിലക്ക് വരുന്നത്. ശശീന്ദ്രന് ഒരു പിടിവാശിയില്ല. ഞാനിത് ആദ്യം ദേശീയ നേതൃത്വം ബോംബെയിൽ വെച്ച് ചർച്ച ചെയ്ത ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നു. ഒന്ന്, ഞാൻ മാറാൻ തയ്യാറാണ് പ്രൊവൈഡഡ് തോമസ് തോമസ് മന്ത്രിയാകണം. അതിന് സാധ്യതയില്ലെങ്കിൽ ഞാൻ രാജിവെച്ചതുകൊണ്ട് എന്താണ് ആർക്കാണ് പ്രയോജനം? അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്നു എന്നാണ്. ഞാൻ രാജിവെച്ചാൽ ഞാൻ രാജിവെക്കാൻ വരുന്ന കാരണം ആ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല.